ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ KJ റീനയെ മാറ്റി ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തു. ഡോക്ടർ റീനയുടെ ഹർജിയിലാണ് നടപടി. ഉത്തരവ് സ്റ്റേ ചെയ്തതോടെ ഡയറക്ടർ സ്ഥാനത്ത് റീന തുടരും. നടപടി സർക്കാരിന് തിരിച്ചടിയല്ല എന്നും തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നും ആരോഗ്യമന്ത്രി K. മുരളീധരൻ പ്രതികരിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ പദവിയിൽ നിന്നും ഡോക്ടർ റീനയെ സ്ഥലം മാറ്റിയത്. DHS പദവിയിൽ 3 വർഷം പൂർത്തിയാക്കി. പകർച്ചവ്യാധിക്കാലത്ത് 15 ദിവസത്തെ അവധിക്ക് അപേക്ഷിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു സർക്കാരിന്റെ ആദ്യ ഉത്തരവ്. എറണാകുളം റീജിയണൽ ഹെൽത്ത് ലബോറട്ടറി ഡയറക്ടർ പദവിയിലേക്കായിരുന്നു റീനയെ സ്ഥലം മാറ്റിയത്. ഇതിന് പിന്നാലെ റീന തിരുവനന്തപുരം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചു. 15 ദിവസത്തെ അവധിയപേക്ഷ നൽകിയിട്ടില്ലെന്ന് രേഖാമൂലം വ്യക്തമാക്കുകയും ചെയ്തു. സ്പെഷ്യൽ റൂൾ പ്രകാരം ആരോഗ്യവകുപ്പ് ഡയറക്ടർ പദവിക്ക് 3 വർഷത്തെ സമയപരിധിയില്ലെന്നും അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിൽ നിന്ന് സ്പെഷ്യാലിറ്റി കേഡറിലേക്ക് എക്സിക്യൂട്ടീവ് ഓർഡർ വഴി മാറ്റാനാകില്ലെന്നും വാദിച്ചു. ചോദിച്ചിട്ടില്ലാത്ത അവധി അപേക്ഷയുടെ പേരിൽ വ്യാജ ആരോപണം ഉന്നയിച്ച് അപമാനിച്ചെന്നും റീന ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ഈ വാദങ്ങൾ കണക്കിലെടുത്താണ് 2 ആഴ്ചത്തെ സ്റ്റേ ട്രൈബ്യൂണൽ അനുവദിച്ചത്. എന്നാൽ ഇതിനോട് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ: അതൊക്കെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ ചില തീരുമാനങ്ങൾ ഉണ്ടാവും. അതിൽ മേലിംഗ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, സർക്കാരിനെ അനുസരിക്കാത്ത ഉദ്യോഗസ്ഥന്മാർ K. മുരളീധരൻ ഈ കസാലിൽ ഇരിക്കുമ്പോൾ ആ സ്ഥാനത്ത് ഉണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ, സെൻകുമാറിനെ DGP സ്ഥാനത്ത് മാറ്റിയപ്പോൾ പിണറായി രാജിവെച്ചോ? ഇല്ല. ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും ഡോക്ടർ KJ റീനയെ മാറ്റുകയും അഡീഷണൽ ഡയറക്ടറായ ഡോക്ടർ V. മീനാക്ഷിക്ക് ചുമതല നൽകുകയും ചെയ്തിരുന്നു. ആദ്യ ഉത്തരവിലുണ്ടായിരുന്ന 15 ദിവസത്തെ അവധി അപേക്ഷയുടെ ഭാഗം നീക്കി റീനയ്ക്ക് വീണ്ടും സർക്കാർ സ്ഥലം മാറ്റ ഉത്തരവ് നൽകുകയും ചെയ്തു. ഇതിനൊക്കെയും അവസാനമെത്തിയ ട്രൈബ്യൂണലിന്റെ വിധി സർക്കാരിന് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.